നമസ്കാരം. ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ജ്യോതിഷപ്രകാരം പറയുമ്പോൾ ഓരോ ഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ വളരെയധികം സ്വാധീനമാണ് ചെലുത്താനായി സാധിക്കുന്നത്. അത് സമയത്തിൻ്റെയും അതേപോലെ തന്നെ കാലം, ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥാനമാറ്റം എന്നിവയൊക്കെ അടിസ്ഥാനത്തിലാണ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലെ ഭാഗ്യങ്ങളുടെയും നിർഭാഗ്യങ്ങളുടെയും കാര്യം നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ കാലയളവിനുള്ളിൽ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. എന്തെന്നാൽ സാമ്പത്തികമായി വളരെ ഉയർച്ച ഉണ്ടാകണമെന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ ഉത്തമമായ തൊഴിൽ ലഭിക്കണം, തൊഴിൽപരമായി നേട്ടമുണ്ടാകണം, കുടുംബത്തിൽ നിലനിൽക്കുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളും നെഗറ്റീവ് ഊർജ്ജങ്ങളും മാറി അവിടേക്ക് പോസിറ്റീവ് ഊർജ്ജം വരണം, അതേപോലെ സൗഖ്യം നിൽക്കണം തുടങ്ങിയ സകല സൗഭാഗ്യങ്ങളും തേടിയെത്താൻ പോകുന്നതായ ഒരു സുവർണ കാലഘട്ടത്തിലേക്കാണ് പ്രവേശിക്കാനായി ഒരുങ്ങുന്നത്. അതും എല്ലാ നക്ഷത്രക്കാരുമില്ല, 10 നക്ഷത്രക്കാർ. അപ്പോൾ ഇവിടെ വിശദമായി നമ്മളൊന്ന് പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവെന്നോണമായി മാറുന്ന അവസരങ്ങളാണ് ഇനി നമ്മളെ കാത്ത് വന്നു ചേരാൻ പോകുന്നത്. പ്രത്യേകിച്ച് 2025 അവസാന സമയങ്ങളാണിത്. ഇവിടെ ഗ്രഹങ്ങളുടെ അനുകൂലമായ സ്ഥാനചലനം ഭാഗ്യത്തിൻ്റെ വാതിലുകൾ തുറക്കുന്നു. പ്രത്യേകിച്ച് ഈ വരുന്ന ഡിസംബർ മാസം മുതൽ അനുകൂല സമയങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അല്പസമയങ്ങൾ പോലും പാഴാക്കി കളയാതെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനായാലും ദീർഘകാല ലക്ഷ്യങ്ങൾ മനസ്സിലുള്ളത് നടത്തുന്നതിനായാലും ഇനി ഒരു നിമിഷത്തെയും വെറുതെ കളയാതിരിക്കുക. കാരണം അത്രത്തോളം ഭാഗ്യ സമയമാണ് നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ പ്രവർത്തിക്കേണ്ട കടമ നമ്മൾ ഓരോ മനുഷ്യർക്കും ഉണ്ട് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മാത്രമേ ഈ സമയങ്ങളെയൊക്കെ മുതലാക്കി നമുക്ക് എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ജ്യോതിഷപരമായി ഒരു വിശകലനം, ദീർഘമായ ഒരു വിശകലനം നടത്തിയതിൻ്റെ ഫലമായി കാണാൻ സാധിച്ചത് ഡിസംബർ മാസം മുതൽ വളരെ വലിയ ഒരു സാമ്പത്തിക ഉന്നതി, അതും തുടർന്ന് 2026 ജനുവരി പകുതി വരെ അതിൻ്റെ ഉന്നതി നിലനിൽക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൽ ആഴത്തിലുള്ള ഒരു വലിയ മാറ്റം വന്നു ചേരാൻ പോകുന്ന 10 നക്ഷത്രക്കാരുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന ഒരു മാറ്റമല്ല നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. വിചാരിക്കുന്നതിനും അപ്പുറമുള്ള ഒരു വമ്പൻ മാറ്റം, സമ്പത്തില്ലായ്മയിൽ നിന്നും വളരെയധികം സാമ്പത്തിക ഉന്നതിയിലേക്ക് വന്നു ചേരാൻ സാധിക്കുന്നതായ ഭാഗ്യശാലി 10 നക്ഷത്രക്കാരുണ്ട്. അവർ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ നോക്കാനായി പോകുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോവുക. ഭാഗ്യശാലികളായ 10 നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിലാദ്യത്തെ നക്ഷത്രമായി വരുന്നത് വിശാഖമാണോ. വിശാഖം നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെയും ചൊവ്വയുടെയും സ്വാധീനം വരുന്നതിനാൽ തന്നെ ലക്ഷ്യബോധമുണ്ടാകുന്നതാണ്. ഏത് കാര്യം ചെയ്യുന്നതിനും നിങ്ങളുടെ മനസ്സിൽ ഒരു വിദഗ്ധമായ ലക്ഷ്യബോധം സ്വയമേവ ഉടലെടുക്കുന്നതാണ്. സാഹസികതയുള്ള തീരുമാനങ്ങൾ പോലും, അല്ലെങ്കിൽ ഇതുവരെ എടുക്കാൻ മടിയോടുകൂടി നിന്ന പല തീരുമാനങ്ങളും ഇനി നിങ്ങൾക്ക് എടുക്കാനും അതിനെ വിജയത്തിൽ എത്തിക്കുവാനും സാധിക്കുന്നതാകുന്നു. എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നതിലേക്ക് കടന്നാൽ, ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഒരു വളർച്ചയുടെ സമയമാണ്. പുതിയ ചില ബിസിനസ് പ്രോജക്റ്റുകളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും. അത് വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. വിദേശ രാജ്യങ്ങളിലേക്കുള്ള ചില ബിസിനസ് കാര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. പ്രശസ്തി വന്നു ചേരും, അധികാരം, അംഗീകാരം, കാരണം വ്യാഴം കൂടി അനുകൂലമാകുന്നുണ്ട്, അത് മനസ്സിലാക്കുക. വിദ്യാർത്ഥികൾക്കും ഉപരിപഠനത്തിനുള്ള അവസരം ഉണ്ടാകുന്ന വളരെ ഭാഗ്യമേറിയ സമയമാകുന്നു വിശാഖം നക്ഷത്രക്കാർക്ക്. ഇനി രണ്ടാമത്തെ നക്ഷത്രമായി വരുന്നത് പൂയമാണ്. ഇവിടെ ശനിയുടെ സ്വാധീനമാണ് പൂയം നക്ഷത്രക്കാർക്ക് ദീർഘകാലമായ ഒരു മാറ്റം വന്നു ചേരും. ദീർഘകാല അടിസ്ഥാനത്തിലുള്ള മാറ്റം എന്ന് പറയാം. അതായത് ഒരു വലിയ ഒരുപാട് നാളുകൾ നീണ്ടു നിൽക്കുന്ന ഒരു മാറ്റമാണ്, നേട്ടമാണ്, സ്ഥിരതയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഗൃഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നേട്ടമുണ്ടാകും. പുതിയൊരു വീട് വാങ്ങാനോ നിലനിൽക്കുന്നതൊന്ന് മോടി പിടിപ്പിക്കാനോ ഒക്കെയുള്ള അവസരം വന്നു ചേരും. വാഹന ഭാഗ്യം സാധ്യത കാണുന്നുണ്ട്. അതേപോലെ നിക്ഷേപങ്ങളൊക്കെ തുടങ്ങുന്നതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് പരമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ലാഭമുണ്ടാകും. ജോലിയിൽ സ്ഥിരത, ആഗ്രഹിച്ച സ്ഥലം മാറ്റം, കർമ്മമേഖലയിൽ ഒരു സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും ഭാഗ്യം ഉണ്ടാകുന്നതാണ്. ഇനി അടുത്ത നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് കേതുവിൻ്റെ ആധിപത്യം കാരണം അപ്രതീക്ഷിത നേട്ടങ്ങളും ആത്മീയമായൊരു ഉന്മേഷവും ഉണർവും വന്നു ചേരുന്ന സമയമാണ്.
ചില പുതിയ തുടക്കങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. അതായത് ഒരു തൊഴിൽ തുടങ്ങുന്നതിനോ അല്ലെങ്കിൽ പുതിയൊരു ജീവിതം തന്നെ തുടങ്ങുന്നതിനുള്ള ഭാഗ്യമുണ്ടാകും. നഷ്ടപ്പെട്ടെന്ന് കരുതിയ പല കാര്യങ്ങളും, സ്വത്തുവകകളായാലും നഷ്ടപ്പെട്ട ആരോഗ്യമായാലും സമാധാനമായാലും ഒക്കെ തിരികെ ലഭിക്കുന്നതാണ്. യാത്രകൾ ചെയ്യാൻ അവസരമുണ്ടാകും. അതുവഴി സാമ്പത്തിക നേട്ടമുണ്ടാകും. കുടുംബത്തിലുള്ള മറ്റംഗങ്ങൾക്കും അവരുമായി നിങ്ങൾക്കും ഉണ്ടായിരുന്ന ചില തർക്കങ്ങളൊക്കെ പരിഹരിച്ച് രമ്യതയിലായി മുന്നോട്ട് പോകാനും ഈ ഒരു സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്നുണ്ട്. ഇനി അടുത്തത് ഉത്രാട നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ ശനിയും സൂര്യനും ഈ 2 ഗ്രഹങ്ങളുടെ സ്വാധീനമാണ് നിങ്ങൾക്ക് വളരെയധികം ഗുണകരമാകുന്നത്. അതുകൊണ്ട് കഠിനാധ്വാനത്തിൻ്റെ ഫലം വന്നു ചേരും. ഔദ്യോഗിക രംഗത്തൊക്കെ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ശമ്പള വർധനവ് ഉണ്ടാകും, അല്ലെങ്കിൽ പ്രൊമോഷൻ്റെയൊക്കെ സാധ്യത കാണുന്നുണ്ട്. സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ ബഹുമതികളും അംഗീകാരങ്ങളും ഒക്കെ തേടിയെത്തും. പുതിയ ചില ബിസിനസ് പദ്ധതികളും ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയമാകുന്നു. അടുത്ത നക്ഷത്രമായി വരുന്നത് പൂരുരുട്ടാതിയാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ സ്വാധീനമാണ്. മഹാവിഷ്ണുവിനെ ഭജിക്കുക. അപ്പോൾ ആത്മീയമായ ഒരു ഉയർച്ച, ഉന്നതിയിലേക്ക് ഉണ്ടാകുന്നതാണ്. വിദേശത്ത് നിന്നായോ അല്ലെങ്കിൽ സ്വദേശത്ത് നിന്നോ പണം ലഭിക്കാനും, അതായത് ചിട്ടി, ലോട്ടറി പോലെയുള്ള സമാന പദ്ധതികളിൽ നിന്ന് പണം ലഭിക്കാൻ യോഗ്യത കാണുന്നുണ്ട്. കാണാതെ പോയതായ ചില വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ തിരികെ ലഭിക്കുവാൻ, അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോയ ആളാണെങ്കിൽ പോലും തിരികെ സ്വയമേവ നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് തരാനുള്ള ഒരു ഭാഗ്യവും കാണുന്നുണ്ട്. അവിവാഹിതരായ ആളുകൾക്ക് ഇഷ്ടവിവാഹ യോഗം, അത് ഇഷ്ടപ്പെട്ട പ്രണയിച്ചിരുന്ന പങ്കാളിയെ തന്നെ ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ദീർഘകാലമായി അലട്ടിയിരുന്ന പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും മാറി സുദീർഘമായ ഒരു ആരോഗ്യം, സമ്പത്ത്, നേട്ടം എന്നിവയൊക്കെ കൈവരുന്നതാകുന്നു. അടുത്ത നക്ഷത്രമായി വരുന്നത് ചോതിയാണ്. രാഹുവിൻ്റെ സ്വാധീനമാണ് ചോതി നക്ഷത്രക്കാർക്ക്. പെട്ടെന്നുള്ള അപ്രതീക്ഷിത മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അതൊക്കെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ഗുണകരമായ സമയമാണ്. ക്രയവിക്രയങ്ങളൊക്കെ നടത്തുവാൻ അനുകൂല സമയമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറും. നിലവിലുള്ള ബിസിനസ്സിൽ നിന്ന് നേട്ടമുണ്ടാകുന്നതാണ്. കടം അല്ലെങ്കിൽ കിട്ടേണ്ടതായ ധനം വരെ ഏതെങ്കിലും വിധത്തിൽ തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരികെ ലഭിക്കാനും, ദീർഘകാലമായുള്ള ലോണുകളും കടബാധ്യതകളും ഒക്കെ തിരിച്ചടച്ച് സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകുവാനും സാധിക്കുന്നതാണ്. ഇനി അത്തം നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ കലയും കലാ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും വളരെ ഉന്നതിയായ ഒരു സമയമാണ് കാണുന്നത്. കാരണം ചന്ദ്രൻ്റെയും ബുധൻ്റെയും സ്വാധീനം ഉള്ളതിനാൽ തന്നെ വിദ്യാർത്ഥികൾക്കും നല്ല ഒരു സമയമാണ്. മാനസികമായും സന്തോഷം ഉണ്ടാകുന്നതാണ്. പല ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അവസരങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. നിലവിലെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വലയ്ക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതാണ്. പുതിയ ജോലി ലഭിക്കാനും നല്ല ഉന്നത ശമ്പളത്തോടു കൂടിയുള്ള ജോലിയിൽ കയറുവാനും ഭാഗ്യം കാണുന്നുണ്ട്. പുതിയ ചില കരാറുകൾ അല്ലെങ്കിൽ ചില പുതിയ പദ്ധതികൾക്കൊക്കെ ഒപ്പുവയ്ക്കാനുള്ള ഭാഗ്യവും വന്നു ചേരും. ഇനി മകം നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ കേതുവിൻ്റെയും ചൊവ്വയുടെയും സ്വാധീനമാണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു ഊർജ്ജം, ഒരു പോസിറ്റിവിറ്റി, ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ ഉടലെടുക്കുന്നതാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഭാഗ്യം ഉദിച്ചിരിക്കുന്ന ഒരു സമയമാണ്. എല്ലാ മാർഗത്തിലൂടെയും കയ്യിലേക്ക് ധനം വന്നു ചേരും. ബിസിനസ്സൊക്കെ തുടങ്ങുന്നതിന് നല്ല സമയമാണ്. പാരമ്പര്യമായി ലഭിക്കേണ്ട സ്വത്തുവകകൾ, ധനമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഭൂസ്വത്തുക്കളായിട്ടാണെങ്കിലും നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരേണ്ടതായ ഒരു സമയം കൂടിയാകുന്നുണ്ട്. ഇനി കാർത്തിക നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ ഇവിടെ സൂര്യനും വ്യാഴവും അനുകൂലമായതിനാൽ തന്നെ ഉദിച്ചുയരാൻ, ലക്ഷ്യബോധത്തോടു കൂടി ഉദിച്ചുയരാൻ സാധിക്കുന്നതാണ്. അതേപോലെ കടങ്ങളൊക്കെ ഒരു പരിധിവരെ തീർപ്പാക്കാൻ സാധിക്കും. ശമ്പളം കുടിശ്ശികയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും. വിദേശത്തൊരു ജോലിയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ അതിന് അനുകൂലമായ ഓഫറുകൾ വരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. കഠിനാധ്വാനത്തിനുള്ള ഒരു നേട്ടം നിങ്ങളിലേക്ക് എത്തിച്ചേരും. ഭാവിയിൽ നിക്ഷേപിക്കുന്നതിനായി ചില നിക്ഷേപങ്ങൾ, സേവിങ്സ് ഒക്കെ തുടങ്ങുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ഇനി അടുത്തത് തിരുവാതിരയാണ് നക്ഷത്രമായി വരുന്നത്. ഇവിടെ ശുക്രനാണ് നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നത്. ശുക്രൻ ഉദിച്ചു നിൽക്കുന്ന അതീവ അനുകൂലമായ സമയമാണ്. സൗന്ദര്യം, ആഡംബരം, ധനം, പ്രണയം, അങ്ങനെ പല കാര്യങ്ങളുടെയും കാരകത്വമുള്ള ഗ്രഹമാണല്ലോ ശുക്രൻ. അപ്പോൾ സാമ്പത്തികമായ ഒരു വൻ നേട്ടം തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നുണ്ട്. ലോട്ടറി പോലെയുള്ള സമ്മാന പദ്ധതികൾ, അതായത് ഭാഗ്യ പദ്ധതികളിൽ അതിൽ നിന്ന് ധനം ലഭിക്കാൻ ഭാഗ്യം കാണുന്നുണ്ട്. അപ്രതീക്ഷിത ധനലാഭം എന്ന് പറയുമ്പോൾ ലോട്ടറി, ചിട്ടി, ഇതൊക്കെയാണ് അപ്രതീക്ഷിതമായി നമ്മൾ പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരുന്ന ധനം എന്ന് പറയുന്നത്. കലാകാരന്മാരായ ആളുകൾ, എഴുത്തുകാർ, മാധ്യമപ്രവർത്തകരായിട്ടുള്ളവർക്കുമൊക്കെ വളരെ നേട്ടമുണ്ടാകുന്ന ചില അന്താരാഷ്ട്ര ബഹുമതികളൊക്കെ ലഭിക്കാൻ ഭാഗ്യം കാണുന്ന സമയമാണ്. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വളരെയധികം ഭാഗ്യസമയം ഡിസംബർ മുതൽ തുടങ്ങുകയാണ്. 10 നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യ അനുഭവങ്ങളൊക്കെ കൂടുതലായി ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നത്. നമുക്കറിയാവുന്നതാണ്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സന്തോഷം, ആഡംബരത്വം, പ്രണയം തുടങ്ങി എല്ലാവിധ ആഡംബര കാര്യങ്ങളുടെയും അല്ലെങ്കിൽ
ഏറ്റവും സന്തോഷം നൽകുന്നതായ പല കാര്യങ്ങളുടെയും കാരകത്വമുള്ള ഗ്രഹമാണ് ശുക്രൻ. ശുക്രൻ അനുഗ്രഹത്തിൽ വന്നാൽ മാത്രമേ സാമ്പത്തികമായി ഏതൊരാൾക്കും ഉന്നതിയിലേക്കും ഉയർച്ചയിലേക്കും എത്താനായി സാധിക്കൂ. അതുകൊണ്ട് തന്നെ ശുക്രപ്രീതിക്ക് ഏത് നക്ഷത്രക്കാർക്ക് വേണമെങ്കിലും ജപിക്കേണ്ടതായ മന്ത്രവും ചെയ്യേണ്ടതായ പരിഹാരങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഈ പരിഹാരങ്ങൾ ചെയ്യുക. കൂടെ എപ്പോഴാണ് നിങ്ങൾക്ക് സാധിക്കുന്നത് ആ സമയങ്ങളിലൊക്കെ ശുക്രപ്രീതികരമായ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ 27 നക്ഷത്രക്കാർക്കും സാമ്പത്തികമായ ഉന്നതി ഉണ്ടാകും. നിലവിലെ എല്ലാവിധ ദുരിതങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകുന്നതിന് ശുക്രൻ്റെ അനുഗ്രഹം വന്നു ചേരും. അതിനായി ജപിക്കേണ്ട മന്ത്രോച്ചാരണങ്ങളും നടത്തേണ്ടതായ ക്ഷേത്ര ദർശനങ്ങളെക്കുറിച്ചും ഉള്ള ഒരു വിവരണം കൂടിയാണ് തരാൻ പോകുന്നത്. അപ്പോൾ ശുക്രൻ അനുകൂലമല്ലാത്തവർക്കും ശുക്രദോഷം ഉള്ളവർക്കും ജീവിതത്തിലേക്ക് സന്തോഷം, ഐശ്വര്യം, അതേപോലെ നല്ല ദാമ്പത്യ ജീവിതം എന്നിവ ലഭിക്കുന്നതിനും വേണ്ടിയാണ് ഈ മന്ത്രങ്ങളും പരിഹാരം കൂടി പറഞ്ഞു തരുന്നത്. നിങ്ങളിത് കൃത്യമായിട്ടൊന്ന് കേൾക്കുക. അത് കഴിയുന്നത് എഴുതിയെടുത്ത് നിങ്ങളിത് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിലെ എല്ലാവിധ തടസ്സങ്ങളും മാറി സന്തോഷം, സമാധാനം, ഉത്തമ ദാമ്പത്യ ജീവിതം എന്നിവ ലഭിക്കുന്നതാണ്. അതിനായി നിങ്ങൾ ശുക്ര ഗായത്രി മന്ത്രമാണ് ജപിക്കേണ്ടത്. അതായത് ഓം ഭാർഗവായ വിദ്മഹി ദാനവാർഷിതായ ധീമഹി തന്നോ ശുക്ര പ്രചോദയാത്. ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കുക. അതായത് ഭൃഗു മഹർഷിയുടെ പുത്രനായ ശുക്രനെ ഞാൻ ആരാധിക്കുന്നു അല്ലെങ്കിൽ അറിയുന്നു. അസുരന്മാരാൽ ആരാധിക്കപ്പെടുന്നവരെ ഞാൻ നിന്നെ ധ്യാനിക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ ശുക്രൻ ഞങ്ങളെ ജ്ഞാനവും അനുഗ്രഹവും നേട്ടവും ഒക്കെ നൽകി ഒരു പ്രചോദനമായി നമ്മളിൽ ഉണ്ടാകണേ എന്നതാണ് ഈ മന്ത്രം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ഒരു മന്ത്രങ്ങളൊക്കെ ദിനവും നമുക്ക് 108 ജപിക്കേണ്ടതാവുന്നു. അപ്പോൾ ശുക്രപ്രീതികരമായ, അതായത് ഈ ശുക്രഗായത്രി മന്ത്രം ജപിക്കുന്നത് 108 തവണയാണ് ജപിക്കേണ്ടത്. തുടർച്ചയായിട്ട് ഇതൊരു 41 ദിവസം, അതായത് ഒരു മണ്ഡലകാലം നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ ദോഷപരിഹാരം ഉണ്ടാകും. നിങ്ങളിലേക്ക് ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. ദമ്പതികൾക്കിടയിലെ പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ്. അതേപോലെ തന്നെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറുന്നതിന് വെള്ളിയാഴ്ചകളിലാണ് ഇത് തുടങ്ങേണ്ടത്. അങ്ങനെ 108 തവണ ജപിക്കുക. 41 ദിവസം നിങ്ങൾ അടുപ്പിച്ചത് ചെയ്ത് നോക്കിയാട്ടെ. കൂടുതൽ ഫലം ലഭിക്കുന്നതിന് ശുക്രൻ്റെ ദശാവഹാര കാലങ്ങളിൽ ശുക്രഹോരയിലും ദിവസവും ഇത് 108 തവണ നിങ്ങൾക്ക് ഇത് ജപിക്കാവുന്നതാണ്. ഇനി ശുക്രപ്രീതി കൂടുതലായി എത്തുന്നതിന് നടത്തേണ്ടതായ ചില ക്ഷേത്ര ദർശനങ്ങൾ കൂടിയുണ്ട്. അതുകൂടി ഒന്ന് മനസ്സിലാക്കുക. ശുക്രൻ്റെ അതിദേവതയായിട്ട് വരുന്നത് സാക്ഷാൽ ലക്ഷ്മി ദേവി, അതായത് മഹാലക്ഷ്മി ദേവിയാണ്. അപ്പോൾ വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി പ്രധാന പ്രതിഷ്ഠയായ ക്ഷേത്രങ്ങൾ, അത് ഉദാഹരണം പറയുകയാണെങ്കിൽ ചില ദേവീ ക്ഷേത്രങ്ങളിലൊക്കെ ലക്ഷ്മി ഭാവത്തിൽ ആരാധന നടത്തുന്ന സ്ഥലങ്ങളുണ്ട്. അതായത് വിഷ്ണു ലക്ഷ്മി ക്ഷേത്രങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനെ ആ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. അതേപോലെ മഹാദേവ ക്ഷേത്രങ്ങൾ, ചില ജ്യോതിഷം അനുസരിച്ച് പറയുമ്പോൾ ശിവഭഗവാനെ ആരാധിക്കുന്നത് ശുക്രദോഷം കുറയ്ക്കാൻ സഹായിക്കും എന്നുകൂടി ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് മഹാദേവ ക്ഷേത്രങ്ങളിലും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ ദർശനം നടത്തുക. അതായത് വീടിനടുത്ത് മഹാദേവ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ പോയി ദർശനം നടത്തുന്നതും. പിന്നെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ശുക്രന് വെള്ള വസ്ത്രം അല്ലെങ്കിൽ വെള്ള താമര പൂക്കൾ, കൽക്കണ്ടം എന്നിവ നൽകുന്നതും ഉത്തമമാണ്. അപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ എല്ലാവിധ കടങ്ങൾ, അതായത് ഈ ലോകത്ത് ഭൂരിഭാഗം ആളുകളും ദിനം പ്രതി കടങ്ങൾ അല്ലെങ്കിൽ സമ്പത്ത് ഒരു വരവില്ല, ഇങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. വരവ് ഉണ്ടാകുന്നില്ല, പക്ഷെ ചിലവോ ഇഷ്ടം പോലെയാകുന്നു എന്ന് പറയുന്നൊരവസ്ഥയാണ്. അങ്ങനെയാണ് എല്ലാവർക്കും. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്കും അത് തന്നെയാണ് അവസ്ഥയെങ്കിൽ. വരവ് ഉണ്ടാകുന്നില്ല, പക്ഷേ ഉണ്ടായാലോ വരവിനേക്കാൾ ഇരട്ടി ചിലവായി പോകുന്നു. അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ അതിൽ നിന്ന് മോചനം നേടാനായിട്ട് നിങ്ങൾ ശുക്രനെയാണ് പ്രീതിപ്പെടുത്തേണ്ടത്. അതേപോലെ തന്നെ ഈ ശുക്രപ്രീതികരമായി പറഞ്ഞിരിക്കുന്ന ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കൂടാതെ ശുക്രൻ്റെ ദോഷമായിട്ടുള്ളത് പൊതുവെ എല്ലാവർക്കും വരുമെങ്കിൽ പോലും കുറച്ച് നക്ഷത്രക്കാർക്കാണ് ശുക്രപ്രീതിക്കായി കൂടുതൽ കിണഞ്ഞു പരിശ്രമിക്കേണ്ടതായി വരുന്നത്. അതായത് ശുക്രൻ്റെ നക്ഷത്രങ്ങളായ ഭരണി, പൂരം, പൂരാടം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ, അതായത് ഇവരുടെ ജന്മനക്ഷത്രനാഥനാണ് ശുക്രൻ. അതുകൊണ്ട് തന്നെ ശുക്രൻ്റെ ദശ, അതായത് മഹാദശ അല്ലെങ്കിൽ ശുക്രൻ്റെ അപഹാരം, അന്തർദശ സമയത്തൊക്കെ ഈ ജാതകത്തിൽ ശുക്രൻ നീചനായിട്ട് നിൽക്കുന്ന ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ 6, 8, 12 എന്നീ ഭാവങ്ങളിൽ നിൽക്കുമ്പോഴുമൊക്കെ ശുക്രനെ പ്രീതി വർദ്ധിപ്പിക്കുന്നതിനായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാകുന്നുണ്ട്. പിന്നെ ദാനധർമ്മങ്ങൾ, അതായത് വെളുത്ത വസ്ത്രങ്ങൾ ദാനം ചെയ്യാവുന്നതാണ്. കടല, അതേപോലെ കൽക്കണ്ടം, പാലുൽപ്പന്നങ്ങൾ, പായസം, അതായത് വെള്ള പായസം, ഇതൊക്കെ നേദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ആളുകൾക്ക് കൊടുക്കാവുന്നതാണ്. അതേപോലെ ശുക്രനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി വെള്ള കല്ല്, അതായത് മോതിരമൊക്കെ ധരിക്കുന്നവർ കാണുമല്ലോ, കല്ല് മോതിരം എന്നൊക്കെ പറയുന്നത്, അതൊക്കെ ധരിക്കാവുന്നതാണ്. പിന്നെ ഏറ്റവും ഉത്തമം എല്ലാവരും എടുക്കുന്നതാണ് വ്രതം. വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി ദേവിക്ക് കൂടി പ്രീതിപ്പെടുത്തുന്നതിന് വ്രതം എടുക്കുകയാണെങ്കിൽ അതൊക്കെ ഉത്തമമാണ്. നമ്മുടെ നിലവിലുള്ള ഗ്രഹമാറ്റങ്ങളൊക്കെ അനുസരിച്ചുള്ള ഓരോ ഫലങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിൽ വന്നു പോയിക്കൊണ്ടേയിരിക്കുമെങ്കിൽ പോലും
നമ്മൾ പറയാറുണ്ട് തമാശയ്ക്ക് കഴിയുമ്പോൾ ശുക്രൻ അടിച്ചിടാ നിനക്ക് എന്ന് പറയുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത്? ശുക്രൻ ഗുണകരമായ ഫലങ്ങളെ ഒരു വ്യക്തിയിലേക്ക് തരും എന്ന ബോധമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ശുക്രൻ ബലഹീനനായ അല്ലെങ്കിൽ ബലവാനല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ ഈ മന്ത്രങ്ങൾ ജപിക്കുകയും ശുക്രനെ പ്രീതിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ പല വഴികളിൽ നിന്ന് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, അപ്രതീക്ഷിത നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ചിട്ടി, ലോൺ പോലെയുള്ള കാര്യങ്ങൾ, അതേപോലെ ലോട്ടറി തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് അപ്രതീക്ഷിതമായൊരു വലിയ തുക കയ്യിലേക്ക് എത്തുന്നതിനെയാണ് അപ്രതീക്ഷിത ധനനേട്ടം, ധനലാഭം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പല മാർഗങ്ങളിലൂടെ കയ്യിലേക്ക് ധനം എത്തിത്തീരും. ശുക്രൻ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കടങ്ങളൊക്കെ മാറും, ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും, ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിന് യോഗമുണ്ടാകും. അങ്ങനെ സകലവിധ സൗഭാഗ്യങ്ങളോടുകൂടി സമാധാന സുഖകരമായ ഒരു ജീവിതം നയിക്കാൻ ശുക്രൻ്റെ അനുഗ്രഹം വേണം. അതുകൊണ്ട് തന്നെ 27 നക്ഷത്രക്കാർക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ കയ്യിലെപ്പോഴും ധനമുണ്ടാകുക, അല്ലലുണ്ടാകുകയില്ല. അതാണ് ശുക്രപ്രീതി കൊണ്ട് നമ്മൾക്ക് ലഭിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു കാര്യം. ഇപ്പോൾ ഇവിടെ 10 നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായ ഫലമാണ്. പ്രത്യേകിച്ച് ചില നക്ഷത്രക്കാർക്ക് ശുക്രൻ്റെ ആനുകൂല്യം അല്ലെങ്കിൽ ശുക്രൻ അനുകൂലമായി വരികയാണെങ്കിൽ തന്നെ നിങ്ങൾ ഈ മന്ത്രജപങ്ങളും ക്ഷേത്രദർശനങ്ങളും കൂടി അതിനോടൊപ്പം നടത്തുകയാണെങ്കിൽ ഇരട്ടി ഫലവും നേട്ടവും ഐശ്വര്യവും നിങ്ങൾക്ക് വന്നു ചേരും. പൊതുവേ ഈ ഒരു 2025 തുടക്കം അല്പം മോശകരമായ ക്ലേശകരമായ അവസ്ഥയിലൂടെ പോയവരാണെങ്കിൽ പോലും ഈ നവംബർ ഡിസംബർ മാസം തുടങ്ങി 2026 വളരെ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. എപ്പോഴും പറയുന്നത് പോലെയല്ല, നിങ്ങളുടെ ജീവിതത്തിൽ അതൊക്കെ അനുഭവത്തിൽ വരും. ഈ നവംബർ മാസം, അതായത് ഈ ഒരു മാസം തുടക്കം തന്നെ ചില മാറ്റങ്ങളൊക്കെ വന്നവരുണ്ടാകും. അപ്പോൾ നിങ്ങളത് കമൻ്റായിട്ടൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. ഡിസംബർ മാസം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തുടർന്നുള്ള പുതുവർഷം നമ്മൾ ആഗ്രഹിച്ച ഒരു ജീവിതം നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. സന്തോഷത്തോടെ ക്ഷേത്ര ദർശനങ്ങൾ നടത്തി നമ്മുടെ കർമ്മങ്ങൾ കൃത്യമായി ചെയ്ത് ധൈര്യം തന്നെ മുന്നോട്ട് പോവുക. നന്ദി.